ഇന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ, ആരുമില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ബ്രൗണീസിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. സാധനം മേടിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ പോവുകയാണ്. ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ബാലൻസ് ഇടുവാണെങ്കിൽ വരുമായിരിക്കും. എടുക്കുകയാണ് വിചാരിച്ചത്. പിന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയി മേടിക്കാം. ആ കാണുന്ന മാളിലാണ് നമ്മൾ സാധനം മേടിക്കാനായിട്ട് പോകുന്നത്. കണ്ടിട്ട് അതാണ് സൂര്യൻ. എസ്തെറ്റിക് ആംബിയൻസ് ഉള്ളൊരു മാളാണ്. പിന്നെ തൊപ്പി വെച്ചിരിക്കുന്ന പാഷൻ കൊണ്ടൊന്നുമല്ല, നല്ല വെയില്. അതാണ് തൊപ്പി വെച്ചിരിക്കുന്നത്. കുടയാണെങ്കിൽ പറന്നു പോകും. വെയിൽ മാത്രമല്ല, നല്ല കാറ്റുമുണ്ട്. അതാണ് തൊപ്പി വെച്ചിരിക്കുന്നത്. ഈ മാളിലാണ്. ഇവിടെ നല്ല എസ്തെറ്റിക്കാണ്. സെക്യൂരിറ്റി കാണുമ്പോൾ അപ്പോൾ ക്യാമറ ഓഫ് ചെയ്യും. കാര്യം എനിക്ക് പേടിയാണ്. ഔട്ട്പുട്ട് അല്ലല്ലോ, ഔട്ടർ കാണിച്ചു തരാം. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട് ചെറിയൊരു ഹെറിറ്റേജ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അതൊക്കെയാണ് കിട്ടുന്നത്. നമ്മളെല്ലാം മേടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരാളെ കണ്ടു. ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എല്ലാം മേടിച്ചിട്ടുണ്ട്. നമുക്ക് ബില്ലടിക്കും. ഓക്കെ, നമ്മൾ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം. വീഡിയോ ബ്രൗൺ ചെയ്യുന്നതൊക്കെ എടുക്കുമെന്ന് എനിക്കറിയില്ല. കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളത്. ലെറ്റ്സ് സീ. ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ച് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് മേടിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. സാധനങ്ങളെല്ലാം ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ്. അതാണ് ഗൈസ്. പിന്നെ ഞാൻ അത്ര നല്ല വെള്ളക്ക് കണ്ടെയ്നറാണ് ഇത്. ഓൾറെഡി കഴിഞ്ഞു. അപ്പം ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ന്യൂട്ടല്ലയാണ് അടുത്തത്. നമ്മൾ ന്യൂട്ടല്ല ബ്രൗണീസാണ് സെയിൽ ചെയ്യുന്നത് ഈ വീക്ക്. അതുകൊണ്ട് ന്യൂട്ടല്ല. പിന്നെ ബേക്കിംഗ് പൗഡർ. ഇതിന് റീസ്റ്റോക്ക് ചെയ്തതാണ് ബേക്കിംഗ് പൗഡർ. പിന്നെ കുറച്ച് ഹേസൽനട്ടാണ് മേടിച്ചത്. ഓക്കെ, ഹേസൽനട്ട് കുറച്ച് എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് മാത്രമേ മേടിച്ചോളൂ. എക്സ്പെൻസീവ് ഇൻ ദ സെൻസ് പറയാൻ പറ്റില്ല എത്ര ആണെന്ന്. ഇതിന് 1 kg 112 ദിറംസാണ്. ഓക്കെ, പിന്നെ സ്റ്റിക്ക്, ഫോർക്ക് പോലത്തെ ഒരു സ്റ്റിക്ക്. ഓക്കെ, പിന്നെ അടുത്തത് ഓൾ പർപ്പസ് ഫ്ലോറാണ്. ഇത് വന്നിട്ട് നമ്മുടെ മെയിൻ ഐറ്റം. എനിക്ക് കോമ്പൗണ്ട് കിട്ടിയില്ല, അതുകൊണ്ട് ചോക്കോ ചിപ്സാണ് മേടിച്ചത്. ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. കോമ്പൗണ്ട് ആണെങ്കിൽ ഓക്കെ, പറ്റും. അത്ര ഉള്ളൂ ഗൈസ്. എത്രയാണ് റീസ്റ്റോക്ക് ചെയ്ത സാധനങ്ങൾ.